അതല്ലാതെ നോക്കുമ്പോൾ ബാക്കിയുള്ള എല്ലാ പ്രശ്നങ്ങളും എനിക്കുണ്ടായിരുന്നു. അതായത് എസ്പെഷ്യലി ഇതല്ലോ നമ്മൾ വിചാരിക്കും ഓക്കെ നമ്മൾ ജെന്യുനായിട്ടാണ് സംസാരിക്കുന്നത്, ഇന്ന കാര്യത്തിന് ഇന്നെ വേണ്ടിയിട്ടാണ് വാശി പിടിക്കുന്നത്, അല്ലെങ്കിൽ സങ്കടം വരുന്നത് എന്നൊക്കെ മൂഡ് സ്വിങ്സ് വല്ലാണ്ട് എന്നെ ആ ഒരു 3 മാസം വല്ലാതെ അങ്ങോട്ട് എന്താ പറയുക താഴ്ത്തിക്കളഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ പുള്ളിക്കാരൻ ഭയങ്കര സപ്പോർട്ടീവായിരുന്നു എനിക്ക്. അതായത് ഞാനിങ്ങനെ ഓരോന്ന് പറഞ്ഞ് വാശി പിടിക്കുമ്പോഴും എനിക്കറിയില്ല ആ ഒരു ഹലോ, അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാനിവിടെ ഹാപ്പി ആയിട്ടിരിക്കുന്നു. ഞാൻ എൻ്റെ 3rd ട്രൈമസ്റ്ററിലേക്ക് ജസ്റ്റ് എൻ്റർ ചെയ്തു. അതായത് എൻ്റെ 7 മന്ത് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചു ഓക്കെ എന്താ എൻ്റെ 1 to 7 മന്ത് എങ്ങനെയായിരിക്കും എൻ്റെ ജേർണി എങ്ങനെയാണ്, എനിക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ഉണ്ടായത്, എൻ്റെ പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ എന്തായിരുന്നു, അല്ലെങ്കിൽ മൂഡ് സ്വിങ്സ് ഉണ്ടായിരുന്നോ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അതാകുമ്പോൾ ന്യൂ മോം അല്ലെങ്കിൽ ന്യൂ ഫാദേഴ്സ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ അവർക്ക് അത് യൂസ്ഫുൾ ആയാലോ അല്ലെങ്കിൽ ഇങ്ങനത്തെ എക്സ്പീരിയൻസ് ഒക്കെ അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് എല്ലാവരെയും പോലെ, അതായത് അധികം ആൾക്കാർക്കും ആദ്യത്തെ 3 മാസം ഭയങ്കര വോമിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിരിക്കുമല്ലോ സാധാരണ. അപ്പോൾ ഞാൻ എൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു മുന്നത്തെ വീഡിയോയിൽ. എന്തായിരുന്നു വെച്ചാൽ എനിക്ക് വോമിറ്റിംഗ് അങ്ങനെ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അതായത് റാൻഡമായിട്ട് 1-2 പ്രാവശ്യം വോമിറ്റ് ചെയ്തു എന്നല്ലാതെ എന്ത് കഴിച്ചാലും വോമിറ്റ് ചെയ്യുന്ന ഒരു ടെൻഡൻസി എനിക്ക് ഉണ്ടായിരുന്നില്ല. അത് മാത്രമേ എൻ്റെ കേസിലൊരു പ്ലസ് പോയിന്റ് ആയിട്ട് ഞാൻ കണ്ടിട്ടുള്ളൂ. പക്ഷേ അതല്ലാതെ നോക്കുമ്പോൾ ബാക്കിയുള്ള എല്ലാ പ്രശ്നങ്ങളും എനിക്കുണ്ടായിരുന്നു. അതായത് എസ്പെഷ്യലി മൂഡ് സ്വിങ്സ് നമ്മുടെ ബോഡിയിൽ ഈ ഒരു ടൈം എന്ന് പറയുമ്പോൾ ഒരുപാട് ഹോർമോണൽ ചേഞ്ചസ് നടക്കുന്ന ഒരു ടൈമാണല്ലോ ഇത്. അപ്പോൾ ഈ ഒരു സമയത്ത് ഉണ്ടാകുന്ന എല്ലാവിധ മൂഡ് സ്വിങ്സും എനിക്കുണ്ടായിരുന്നു. അത് ഏറ്റവും കൂടുതൽ കണ്ടത് എൻ്റെ ഹസ്ബൻഡാണ്. കാരണം ഞാൻ ആ ഒരു സമയത്ത് എന്ന് പറഞ്ഞാൽ ചെന്നൈയിലായിരുന്നു. എൻ്റെ ആ ഒരു മാസം മുഴുവൻ ഉണ്ടായിരുന്നു. അതായത് 7 മന്ത് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് വരെ ഞാൻ ഓൾമോസ്റ്റ് എൻ്റെ ടൈം ഞാൻ സ്പെൻഡ് ചെയ്തത് എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്താണ്. അപ്പോൾ ആദ്യത്തെ 3 മാസം മൂഡ് സ്വിങ്സ് എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ അത് ആകെ കണ്ടത് ഹസ്ബൻഡ് മാത്രമാണ്. പക്ഷേ പുള്ളിക്കാരൻ ഭയങ്കര സപ്പോർട്ടീവായിരുന്നു എനിക്ക്. അതായത് ഞാനിങ്ങനെ ഓരോന്ന് പറഞ്ഞ് വാശി പിടിക്കുമ്പോഴും എനിക്കറിയില്ല ആ ഒരു സമയത്ത് എനിക്ക് മൂഡ് സ്വിങ്സ് ആണ്, അതുകൊണ്ടാണ് ഞാനിങ്ങനെ കാണിക്കുന്നത് എന്നുള്ള കാര്യം ആ ഒരു സമയത്ത് നമുക്ക് മനസ്സിലാവില്ലല്ലോ. നമ്മൾ വിചാരിക്കും ഓക്കെ നമ്മൾ ജെന്യുനായിട്ടാണ് സംസാരിക്കുന്നത്, ഇന്ന കാര്യത്തിന് ഇന്നെ വേണ്ടിയിട്ടാണ് വാശി പിടിക്കുന്നത്, അല്ലെങ്കിൽ സങ്കടം വരുന്നത് എന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷേ പുറത്ത് നിൽക്കുന്ന ഒരാൾക്ക് മാത്രമായിരിക്കും നമ്മുടെ കണ്ടീഷൻ ഇങ്ങനെ ആയതുകൊണ്ടാണ് ഇവരിങ്ങനെ ബിഹേവ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റിയ ഒരാളാണ് എൻ്റെ ഹസ്ബൻഡ്. സോ പുള്ളിക്കാരൻ കുറച്ചധികം സഫർ ചെയ്തിട്ടുണ്ടാവും ആ ഒരു 3 മാസം എന്ന് എനിക്ക് തോന്നുന്നത്. എനിക്കെങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ പെട്ടെന്ന് ദേഷ്യം വരുമായിരുന്നു. ആ ഒരു 3 മന്ദത്തെ കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ. ദേഷ്യം വരുമായിരുന്നു, അല്ലെങ്കിൽ പെട്ടെന്ന് സങ്കടം വരും, പെട്ടെന്ന് കരച്ചിൽ വരും. അങ്ങനത്തെ ഒരു സംഭവമായിരുന്നു എനിക്ക് ആ ഒരു ടൈമിൽ. എന്തിനാ കരയുന്നത് അല്ലെങ്കിൽ എന്തിനാ സങ്കടപ്പെടുന്നത് എന്നുള്ളൊരു ഇതില്ല എനിക്ക്. മൂഡ് സ്വിങ്സ് വല്ലാണ്ട് എന്നെ ആ ഒരു 3 മാസം വല്ലാതെ അങ്ങോട്ട് എന്താ പറയുക താഴ്ത്തിക്കളഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ആ ഒരു 3 മാസം കഴിഞ്ഞ് പിന്നെ ഞാൻ ഒരു 4-5 മാസം ആകുമ്പോഴേക്കും ഞാനൊരു നോർമൽ ആ ഒരു പൊസിഷനിലേക്ക് എത്തിയപ്പോൾ നമ്മൾ രണ്ടുപേരും കൂടെ ഇരുന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ ആയിരുന്നു അന്ന് ബിഹേവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ റീസൺ എന്താണെന്ന് കൂടെ ഞാൻ ചിലപ്പോൾ ഒന്ന് ജസ്റ്റ് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായതെന്ന് വെച്ചാൽ ഈ പ്രഗ്നൻ്റ് ആയതുകൊണ്ട് മാത്രമല്ല. കാരണം ഞാൻ ഈ ഒരു കഴിഞ്ഞ വർഷം വരെ, അതായത് ഞാൻ പറഞ്ഞിട്ടുണ്ട് തോന്നുന്നു കഴിഞ്ഞ വീഡിയോയിൽ, ഈ ഒരു ജൂൺ വരെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീട്ടിലിരിക്കാത്ത ഒരാളാണ്. ഞാൻ ആ സമയത്ത് പഠിക്കുന്നുണ്ടായിരുന്നു, അല്ലെങ്കിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു 1 വർഷം. അങ്ങനെയായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. അതായത് ഡിഗ്രി കഴിഞ്ഞു, പിന്നെ അത് കണ്ടിന്യൂസ് ആയിട്ട് അത് അപ്പോൾ തന്നെ ഞാൻ PG ചെയ്തു, PG ചെയ്തിട്ട് BEd ചെയ്തു. BEd കഴിഞ്ഞ ആ ഒരു വർഷം തന്നെ ഞാൻ ജോലിക്ക് കയറി. പിന്നെ ജോലിക്ക് കയറിയപ്പോൾ തന്നെ കല്യാണമായി, കല്യാണത്തിൻ്റെ തിരക്ക് കാര്യങ്ങൾ ഇതൊക്കെ ആയി. പിന്നെ കുറച്ച് ചെറിയ രീതിക്കൊന്ന് വർക്ക് ചെയ്തു കല്യാണം കഴിഞ്ഞതിന് ശേഷം. പിന്നെ പെട്ടെന്ന് റിസൈൻ ചെയ്യേണ്ടി വന്നു. അത് കഴിഞ്ഞ് കുറച്ചാകുമ്പോഴേക്കാണ് ബേബി വരുന്നത്. എനിക്ക് ആ ഒരു സമയത്താണ് ഞാൻ എൻ്റെ വീട്ടിലിരിക്കേണ്ടി വരുന്നത്, അതായത് റെസ്റ്റ് എടുക്കേണ്ടി വരുന്നത്. ഞാൻ തന്നെ റിസൈൻ ചെയ്തതാണ്, അത് വേറെ കാര്യം. പക്ഷേ റിസൈൻ ചെയ്തു, പെട്ടെന്ന് തന്നെ ബേബി ആയി. അപ്പം നമ്മൾ വീട്ടിലിരിക്കുകയാണല്ലോ, ഹസ്ബൻഡിന് വർക്കിന് പോകണം. അങ്ങനെ ഇരിക്കുമ്പോൾ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ആ ഒരു പ്രശ്നങ്ങളും പിന്നെ ഒരു റൂമിൽ ഇങ്ങനെ അടച്ചിരിക്കുമ്പോൾ ആ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ. അതുവരെ പുറത്ത് പോയി അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ലീവ് കിട്ടുമ്പോൾ തന്നെ, ഞാനിപ്പോൾ പഠിക്കുന്ന സമയത്തായാലും അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന സമയത്തായാലും ചെറിയൊരു സൺഡേ കിട്ടുമ്പോഴേ എനിക്ക് വീട്ടിലിരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്. എങ്ങനെയെങ്കിലും എവിടെയെങ്കിലുമൊക്കെ പുറത്തേക്ക് പോകുമായിരുന്നു. പിന്നെ ഇതൊരു പ്രഗ്നൻസി ടൈമിലും കൂടെ വീട്ടിലിരിക്കേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു പ്രശ്നങ്ങളായിരിക്കും ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടാകും. മൂഡ് സ്വിങ്സിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഒന്നാമത് ആ ഒരു സമയത്തുള്ള ഹോർമോണൽ ചേഞ്ചസും, പിന്നെ ഈ ഒരു കാരണം കൂടെ ആയപ്പോൾ ചിലപ്പോൾ അത് പീക്കിലേക്ക് എത്തിയിട്ടുണ്ടാവും. അത് മനസ്സിലാക്കി എൻ്റെ കൂടെ നിന്ന ഒരാളെന്ന് പറയുന്നത് എൻ്റെ പാർട്ട്ണറാണ്.
എൻ്റെ എല്ലാ ഫേസും കണ്ട് എൻ്റെ കൂടെ നിന്നത് എൻ്റെ പാർട്ട്ണറാണ് കേട്ടോ. അതിന് എനിക്ക് എന്താ പറയുക, എന്നെങ്ങനെയും പുള്ളിക്കാരെ സഹിച്ചത് ആ ഒരു സമയത്തും എനിക്കറിയാം. 4 മാസം ഒരു 4th മന്തൊക്കെ ആയ സമയത്ത് തന്നെ എന്താ ഞാൻ നോർമലായി, എനിക്ക് ബോധം വന്നു. ഓക്കെ, എന്താ പറയുക, അഡ്ജസ്റ്റ് ആയി ഞാൻ. ഇങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ, ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നതെന്നൊക്കെ എനിക്ക് തന്നെ റിയലൈസേഷൻ വന്നു. പിന്നെ എല്ലാം പക്കാ നോർമലായി. ഞാൻ അതുപോലെ തന്നെ ഞാൻ എങ്ങനെയാണോ അതേപോലെ തന്നെ പിന്നെ കൂടുതൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് വെറുതെ ഇരിക്കുന്നതിലും ബെറ്റർ എന്തെങ്കിലും ആക്ടിവിറ്റീസിൽ എന്താ ചെയ്തുകൊണ്ടിരിക്കുക എന്നാണല്ലോ. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമുക്കധികം നമ്മൾ വെറുതെ ഇരിക്കുക എന്നുള്ള തോന്നലുണ്ടാകത്തുമില്ല, ഒറ്റയ്ക്കാണെന്നുള്ള തോന്നലുണ്ടാവില്ല. അങ്ങനെയൊക്കെയായിരുന്നു. പിന്നെ ഞാൻ അത് എന്താ പറയുക, അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോയത് അങ്ങനെയൊക്കെയായിരുന്നു. ഓരോരോ ആക്ടിവിറ്റീസിൽ കണ്ടുപിടിച്ച് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. എനിക്ക് ഫിസിക്കലി വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ എൻ്റെ അപ്പിയറൻസിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ആദ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് തോന്നുന്നു, ഫേസിൽ എനിക്ക് ഭയങ്കര പിമ്പിൾസ് വന്നു ഈ ഒരു സമയത്ത്. ഫസ്റ്റ് 3 മന്ത് കഴിഞ്ഞ് ഒരു 5 മന്ത് വരെ എൻ്റെ ഫേസിൽ നല്ല പിമ്പിൾസ് ഉണ്ടായിരുന്നു. അതുവരെ എനിക്ക് അങ്ങനെ അധികം ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. കല്യാണത്തിൻ്റെ സമയത്താകുമ്പോഴേക്കും ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ കഷ്ടപ്പെട്ട് നല്ല രീതിക്ക് കെയറൊക്കെ ചെയ്ത് പിമ്പിൾസൊക്കെ മാറ്റി വന്നൊരു ഫേസായിരുന്നു എൻ്റെത്. ഇനി ഈ ഒരു സമയം ആയപ്പോഴേക്കും ചെറിയ പിമ്പിളാന്ന് പറയാൻ പറ്റില്ല, നമുക്ക് എന്താ ചൂടൊക്കെ വരുന്ന സമയത്ത് വരുന്ന ഒരു ടൈപ്പ് കുരു ഉണ്ടാവില്ലേ, അതുപോലെ ഇങ്ങനെ ഫേസിലും കഴുത്തിലും ഇങ്ങനെ വരാൻ തുടങ്ങി. അത് എനിക്ക് വന്നൊരു മാറ്റമായിരുന്നു. പക്ഷെ ഇപ്പം നല്ല കുറവുണ്ട്. ഇപ്പം നല്ല ഈ ഒരു സമയമായപ്പോഴേക്കും എന്താണെന്നറിയില്ല, മാറ്റം ആ ഒരു ഇതൊക്കെ അടങ്ങിപ്പോയിട്ടുണ്ട്. അത് ആ ഒരു സമയത്ത് വന്ന മാറ്റമായിരുന്നു. ഇപ്പോൾ അതില്ല, കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. പിന്നെ ഫിസിക്കൽ ചേഞ്ച് വന്നതെന്ന് വെച്ചാൽ മെയിനായിട്ട് വെയിറ്റ് ഗെയിൻ ആണ്. വെയിറ്റ് ഗെയിൻ എന്ന് പറയുമ്പോൾ ഓരോ പ്രാവശ്യം പോകുമ്പോഴും കിലോ കൂടിക്കൊണ്ടിരിക്കുമല്ലോ. അത് എനിക്ക് തോന്നുന്നു ഈ ഒരു ടൈമിൽ കൂടണം എന്നാണ് എല്ലാവരും പറയുക. ഓരോ സ്കാനിങ്ങിന് പോകുമ്പോൾ അല്ലെങ്കിൽ ഓരോ ചെക്കപ്പിന് പോകുമ്പോൾ 1 കിലോ അല്ലെങ്കിൽ ½ kg ഒക്കെ കൂടുന്നത് നല്ലതായിരിക്കുമെന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ എൻ്റെ കേസിൽ ആദ്യത്തെ 3 മാസം എന്ന് പറയുന്നത് നോർമലായിട്ടാണ് വെയിറ്റ് ഗെയിൻ ഉണ്ടായിട്ടുണ്ടായത്. നമ്മൾ ആദ്യം അറിയുന്ന ആ ഒരു 3 മാസം അല്ലെങ്കിൽ ആ ഒരു ടൈം എന്ന് പറയുന്നത് നമ്മൾ അത്രയും എഫേർട്ട് എടുത്ത് പിന്നെ നിൽക്കുമല്ലോ. അപ്പോൾ അത് ഏതൊരു കാര്യമാണെങ്കിലും ഈ ഒരു കാര്യം എന്നല്ല, നമ്മളിപ്പോൾ ഏതൊരു കാര്യത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാലും ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവിധ എഫേർട്ടും എടുത്ത് പിന്നെ അതിന് എത്രത്തോളം ഇമ്പ്രൂവ് ആക്കാം അല്ലെങ്കിൽ എത്രത്തോളം ഹെൽത്തി ആക്കാം എന്നാണല്ലോ നോക്കുക. അതേപോലെ തന്നെയായിരുന്നു ഞാനും. കൂടുതൽ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിച്ചു, പിന്നെ പോസിറ്റീവായിട്ട് നിൽക്കാൻ വേണ്ടി ശ്രമിച്ചു. അങ്ങനെയൊക്കെ ഞാൻ ചെയ്തു ആദ്യത്തെ 3-4 മാസം. പിന്നെ ഒരു മാസം 5th മന്ത് അനോമലി സ്കാനിന് പോയ ആ ഒരു സമയത്താണ് എനിക്ക് എന്താ പറയുക, പെട്ടെന്നൊരു സഡൻ വെയിറ്റ് ഗെയിൻ ഉണ്ടായത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, അതിൻ്റെ പിന്നെ ഞാൻ ആലോചിച്ച സമയത്ത് എനിക്ക് തന്നെ മനസ്സിലായി റീസൺ എന്താണെന്ന് വെച്ചാൽ, അതുവരെ ഞാൻ എന്ത് ചെയ്തു, അത്ര എഫേർട്ട് എടുത്ത് എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ ചെയ്തു. പിന്നെ ആലോചിച്ചപ്പോൾ ഇത്രയും 3 മാസമല്ലേ ആയിട്ടുള്ളൂ, ഇനിയും ഉണ്ട്, എത്രയോ മാസങ്ങൾ ഇനിയും ഫ്രണ്ട് കിടക്കുന്നു, ഇത്രയും നമ്മൾ എഫേർട്ട് എടുത്തിട്ട് ഇത്രയല്ലേ ആയുള്ളൂ, എന്നാൽ പിന്നെ കുറച്ച് അൺഹെൽത്തി ആയേക്കാം എന്ന രീതിക്ക് ഞാൻ എന്ത് ചെയ്തു, ആ ഒരു 1 മന്ത്, എനിക്കൊന്ന് 4th മന്ത് ആ ഒരു മന്ത് കുറച്ച് അൺഹെൽത്തി ആയിട്ട് ഫുഡ് കഴിച്ചു ഞാൻ. അതുകൊണ്ടായിരിക്കാം ആ ഒരു സമയത്ത് വെയിറ്റ് ഗെയിൻ ഉണ്ടായത്. അപ്പോൾ അതിനുശേഷം പിന്നെ എനിക്ക് എന്ത് ചെയ്തു, ബോധോദയം ഉണ്ടായി, ഇങ്ങനെ പോയാൽ ശരിയാകത്തില്ല, എന്തായാലും കുറച്ചും കൂടെ ബെറ്ററായിട്ട് ഫുഡ് ഉള്ളിലേക്ക് ചെന്നാൽ മാത്രമേ എനിക്കായാലും ബേബിക്കായാലും അത് നല്ലതായിട്ട് ഇരിക്കുള്ളൂ എന്ന് എനിക്ക് മനസ്സിലായതോടെ പിന്നീട് ഞാൻ എന്തെന്ന് വെച്ചാൽ കുറച്ചൊന്ന് നല്ല ഫുഡ്, ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഇൻക്ലൂഡ് ആക്കിയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ 6th മന്തിൻ്റെ ഇതിന് പോയപ്പോൾ ചെക്കപ്പിന് പോയ സമയത്ത് നോർമലായി വെയിറ്റ് ഗെയിൻ, നോർമൽ വെയിറ്റ് എത്രയാണോ കൂടേണ്ടത് ആ ഒരു രീതിക്കാണ് പിന്നെ കൂടിക്കൊണ്ട് പോയിട്ടുണ്ടായത്. ഈ ഒരു ടൈമിൽ ഞാൻ അവോയ്ഡ് ചെയ്ത ഫുഡ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ട് കഴിക്കാൻ, പക്ഷേ കഴിക്കാൻ പറ്റാത്ത ഒരു ഫുഡ് ഏതാണെന്ന് വെച്ചാൽ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ ഫുഡാണ് ബിരിയാണി കഴിഞ്ഞാൽ എനിക്കിഷ്ടമുള്ള ഒരു ഫുഡാണ് ഷവർമ. ഷവർമ നമുക്ക് എന്തായാലും ഈ ഒരു ടൈമിൽ കഴിക്കാൻ പറ്റില്ല, കാരണം അത്രയും മയോണൈസ് അതിനകത്ത് ഉണ്ട്. അപ്പോൾ അത് മാറ്റിയിട്ട് കഴിക്കാനായാലും അതും പറ്റത്തില്ല, അങ്ങനെയാണല്ലോ. അപ്പോൾ ഷവർമ കഴിക്കുന്ന അതായത് മയോണൈസ് അടങ്ങിയ ഫുഡ് മാക്സിമം ഞാൻ ഒഴിവാക്കി. പിന്നെ ഫ്രൈഡ് ഐറ്റംസ് ഉണ്ടാവില്ല, നമ്മുടെ ഫ്രൈഡ് ചിക്കൻ പോലത്തെ, അതായത് അതിൻ്റെ പേര് ഞാൻ പറയുന്നില്ല, ആ ഒരു സംഭവം, അത് ഫ്രൈഡ് ഐറ്റംസ് ഒന്നും ചിക്കൻസ് ഒന്നും പുറത്തുനിന്ന് കഴിക്കാതെ ആയി. വീട്ടിൽ നിന്ന് കുക്ക് ചെയ്ത് കഴിക്കുന്നതല്ലാതെ പുറത്തുനിന്ന് അങ്ങനത്തെ ഐറ്റംസ് വാങ്ങിക്കാതെ ആയി. പിന്നെന്താ, മാക്സിമം ഫാസ്റ്റ് ഫുഡ് അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ്. എൻ്റെ അടുത്ത് ഡോക്ടർ ഞാൻ കൺസൾട്ട് ചെയ്ത സമയത്തും ഞാൻ ഏതൊക്കെ ഫുഡ് കഴിക്കണം എന്ന് ചോദിച്ചപ്പോഴും ഡോക്ടർ പറഞ്ഞത് പിന്നെ അധികം പുറത്തുനിന്നുള്ള ഫുഡ് അധികം കഴിക്കണ്ട,
പാക്കറ്റ് ഫുഡ്സ് ഉണ്ടാവില്ലേ, അതും കഴിക്കണ്ട, അങ്ങനെയായിരുന്നു എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് ശേഷം ഞാനെന്ത് വെച്ചാൽ അത് ഫോളോ ചെയ്ത് ഇപ്പോൾ വരുന്നുണ്ട്. മാക്സിമം ഇപ്പോൾ പുറത്തുനിന്ന് കഴിക്കുന്നതാണെങ്കിലും നമുക്ക് നല്ലത് ഏതെന്നുള്ള അറിയാമല്ലോ, അതും മാത്രം നോക്കി കഴിക്കും. അങ്ങനെയായിരുന്നു പിന്നീട്. ഇപ്പോൾ ഡെയിലി എന്തൊക്കെ ഫുഡാണ് കഴിക്കുന്നത്, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് ഡയറ്റ് ഉണ്ടോ അങ്ങനെയൊക്കെ ചോദിച്ചാൽ എനിക്കറിയില്ല. ഞാനിപ്പോൾ കഴിക്കുന്നതെന്ന് വെച്ചാൽ രാവിലെ എല്ലാവരും നോർമലായിട്ട് കഴിക്കുന്ന പോലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. അത് കഴിഞ്ഞിട്ട് ചിലപ്പോഴല്ല, ഒരു 11 മണിയാകുമ്പോഴേക്കും നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വിശക്കും. ആ ഒരു സമയത്ത് എന്തെങ്കിലും ഒരു ഫ്രൂട്ട് കഴിക്കും. അതായത് ചിലപ്പോൾ ഞാൻ അധികം കഴിക്കുന്നത് നാരങ്ങയാണ്, ഓറഞ്ച് കഴിക്കും. പിന്നെ 12-12:30 ഒക്കെ ആകുമ്പോൾ വിശക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ചെറുതായിട്ട് ഇതേപോലെ ഫ്രൂട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഐറ്റംസ് വീട്ടിലിരിപ്പുണ്ടെങ്കിൽ അത് കഴിക്കും. പിന്നെ 1:30 ഒക്കെ ആകുമ്പോൾ ഇത് കഴിക്കും, ലഞ്ച് കഴിക്കും. പിന്നെ ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഇടയിൽ ചെറിയ വാക്കൊക്കെ ഉണ്ടാവും കേട്ടോ. വാക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം ജസ്റ്റ് ഒന്ന് റെസ്റ്റ് എടുത്ത് ഒരു 5 o'clock ഒക്കെ ആകുന്ന സമയത്ത് ചെറുതായിട്ട് വേറെ എന്തെങ്കിലും ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ അത് കഴിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കഴിക്കും. അവൈലബിലിറ്റി എന്താണോ ഉള്ളത് അവിടെ അത് കഴിക്കും. പിന്നെ രാത്രി ഡിന്നർ കഴിക്കും. അതായത് ഞാൻ ആദ്യം ചോറായിരുന്നു കഴിക്കാറുണ്ടായിരുന്നത്. പിന്നെ എനിക്ക് തോന്നിയത് ആ 5th month സ്റ്റാർട്ട് ചെയ്ത സമയം തൊട്ട് എനിക്ക് നെഞ്ചരിച്ചിട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ, സ്പൈസി ഫുഡ് അധികം കഴിച്ചുകൊണ്ടായിരിക്കും അത്. നമ്മൾ കറിയും കാര്യങ്ങളും കൂട്ടുമ്പോൾ അതിനകത്ത് എന്തായാലും എരിവും പുളി ഉപ്പൊക്കെ വരുമല്ലോ. അപ്പോൾ അതുകൊണ്ടായിരിക്കും ഇങ്ങനെ നെഞ്ചരിച്ചിൽ വരുന്നുണ്ടാവുക. അപ്പം ഞാൻ ആ ഒരു ടൈമിൽ, അതായത് കിടക്കുന്നതിന് മുന്നേ ഉള്ള ഒരു ഡിന്നർ ടൈം എന്ന് പറയുന്നത് കുറച്ച് ലൈറ്റ് ആക്കാൻ വേണ്ടി ശ്രമിച്ചു. ആദ്യമൊക്കെ ഞാൻ ഓട്സ് കഴിക്കുമായിരുന്നു. വെറും ഓട്സ് അല്ല, അതിനകത്ത് കുറച്ച് പാലും പിന്നെ ഡേറ്റ്സും ബദാം, കാഷ്യൂ, കറുത്ത റൈസസ് അത്, പിന്നെ ചിയാ സീഡ്, ഹണി, പിന്നെന്തായിരുന്നു, ഏതൊക്കെ ഫ്രൂട്ട്സ് ആണോ അവൈലബിൾ ആയിട്ടുള്ളത് അതും കട്ട് ചെയ്തിട്ടിട്ട് മിക്സ് ചെയ്തിട്ട് യോഗേർട്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ രാത്രി കഴിച്ചുകൊണ്ടിട്ടായിരുന്നു കുറച്ച് ടൈം. പിന്നെ അങ്ങനെ ഒരു സമയം അത് കഴിച്ചു. അപ്പോൾ ആ ഒരു സമയത്തേക്ക് അങ്ങനെ കഴിക്കുന്ന സമയത്ത് നമ്മുടെ ബെല്ലിയും കുറച്ച് ലൈറ്റായിട്ട് ഫീൽ ചെയ്യുകയും ചെയ്യും. പക്ഷേ എന്തൊക്കെയോ കഴിച്ചപ്പോൾ ഒരു ഫീൽ, നമുക്ക് വിശപ്പും ഉണ്ടാവത്തില്ല ആ ഒരു സമയത്ത്. എന്തൊക്കെയോ നല്ല നല്ല ഹെൽത്തി ഫുഡാണല്ലോ അകത്തേക്ക് ചെല്ലുന്നത്. പെട്ടെന്നൊരു രാത്രി ആ ഒരു സമയത്തായാലും അങ്ങനെ പെട്ടെന്ന് വിശപ്പൊന്നുമില്ല. വിശപ്പ് ചിലപ്പോൾ ഇത് കഴിക്കുമ്പോൾ വിശപ്പ് വരുമോ, അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ വിശപ്പോ എന്നൊക്കെയുള്ള ചിന്ത വരുമായിരിക്കും ചിലർക്കെങ്കിലും. എനിക്ക് കഴിച്ചപ്പോൾ തോന്നിയത് അങ്ങനത്തെ കുറേ കഴിയുമ്പോഴും വിശപ്പൊന്നും വരുന്നില്ല. നല്ല സെറ്റ്, വേറെ നല്ല സെറ്റ്, നമുക്ക് ഈ ഒരു പ്രോബ്ലം ഇല്ല. അതൊക്കെ സോൾവ് ചെയ്യാൻ പറ്റിയത് എനിക്ക് ഇങ്ങനത്തെ ഈ ഒരു ഫുഡിലേക്ക് ചേഞ്ച് ആയപ്പോഴാണ്. ഇതന്നെ ഓട്സ് തന്നെ കഴിക്കണം എന്നൊന്നുമല്ല, ഞാൻ വെച്ചാൽ ലൈറ്റ് ഏതെങ്കിലും ഒരു ഫുഡ് കഴിക്കുക, അത്ര തന്നെ. ഇതെൻ്റെ എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഞാൻ വേറെ ആരോടും ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുകയില്ല. പിന്നെ എനിക്കിങ്ങനെ ഇത് ചെയ്തപ്പോൾ എൻ്റെ ഈ ഒരു സംഭവം കുറഞ്ഞ് കിട്ടി എന്നുള്ളതാണ്. പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ ഈ ഒരു ടൈമിൽ എന്ന് ചോദിച്ചാൽ, എനിക്ക് ആകെ ഒരു മെയിനായിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ മൂഡ് സ്വിങ്സ് ആയിരുന്നു. അത് ഞാൻ പറഞ്ഞ പോലെ ആ ഒരു 3 മാസം കഴിഞ്ഞപ്പോഴേക്കും ഏകദേശം ഒന്ന് സെറ്റായി. പിന്നെ ബാക്ക് പെയിൻ, ലെഗ് പെയിൻ, ഇതുവരെ അങ്ങനെ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇല്ല, ദൈവം അനുഗ്രഹിച്ച്. ഇനിയിപ്പോൾ വരുന്ന സമയത്തേക്ക് ഇനിയിപ്പോൾ മുന്നോട്ടേക്ക് വരുമോ എന്നുള്ളത് അറിയത്തില്ല. ഇപ്പോൾ മെയിനായിട്ട് പറയുന്ന കേൾക്കാറ് കാലിന് നീര് വരും, പിന്നെ ബാക്ക് പെയിൻ വരും, ലെഗ് പെയിൻ വരും, അങ്ങനെയൊക്കെയല്ലേ പറയുന്നത് കേൾക്കാറ്. അപ്പോൾ ഞാൻ കാലിൽ നീര് വരാതിരിക്കാൻ വേണ്ടി മെയിനായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നത് എന്താ വെച്ചാൽ കൂടുതൽ സമയം നിൽക്കുമ്പോഴാണ് കൂടുതലും നീര് വരുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ കിച്ചണിലാണെങ്കിലും നമ്മളിപ്പോൾ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലും കുറച്ചൊന്ന് ചെയ്ത് അപ്പം തന്നെ എന്ത് ചെയ്യുക, എവിടെയെങ്കിലും പോയി ഇരിക്കുക, കാലിന് ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് അതിനൊരു ചെറിയൊരു രീതിയിലൊരു എക്സസൈസ് ഒക്കെ കൊടുക്കുക കാലിന്. അപ്പോൾ ഒരു കാലിനൊരു റിലാക്സേഷൻ കിട്ടുമല്ലോ. അപ്പോൾ അങ്ങനെ ഞാനത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ എനിക്ക് ഉണ്ടായ ചെറിയൊരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ, രാത്രി ഉറക്കിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. മുന്നേ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഇത്തിരി കുഴപ്പമില്ലാത്ത രീതിയിലങ്ങ് പോകുന്നുണ്ട്. കാരണം ഞാൻ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മളിപ്പോൾ ചെരിഞ്ഞ് കിടക്കുന്ന സമയത്ത് പിന്നെ നമുക്കിപ്പോൾ ചെരിഞ്ഞിട്ടല്ലേ കിടക്കാൻ പറ്റുള്ളൂ. അതായത് ഒന്ന് ലെഫ്റ്റ് സൈഡ് അല്ലെങ്കിൽ റൈറ്റ് സൈഡിലല്ലേ കിടക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ മലർന്ന് കിടക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഒരു സൈഡിൽ നിന്ന് ഇപ്പുറത്തെ സൈഡിലേക്ക് റോൾ ചെയ്ത് പോവരുത്. പിന്നെ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എഴുന്നേറ്റിരുന്ന ശേഷം വേണം ഇപ്പുറത്തെ സൈഡിലേക്ക് ചെരിഞ്ഞ് കിടക്കാൻ എന്നോട് ഞാൻ ഇത് പൊതുവായിട്ട് കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ഒന്നാമത് നമുക്ക് എന്തില്ല, ഉറക്കം ഈ ഒരു സമയത്ത് വരുന്നില്ല. അപ്പോൾ ഇതും കൂടെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഉറക്കം ഉണ്ടാവുമോ എന്നൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വന്ന സമയത്ത് ഞാൻ നേരെ ചെന്നത്, ഞാൻ ഡോക്ടറെ അടുത്ത് നമ്മളെല്ലാ മാസവും കൺസൾട്ട് ചെയ്യാൻ പോകുമല്ലോ, ആ ഒരു സമയത്ത് എൻ്റെ ഡൗട്ട് ഞാൻ ചോദിച്ച് ക്ലിയർ ചെയ്ത് ഡോക്ടറെ അടുത്താണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഇതൊക്കെ പണ്ടത്തെ ആൾക്കാരിങ്ങനെ ഓരോന്ന് പറയുകയാണ്, പക്ഷേ അതൊന്നും ഇതുവരെ സയൻറ്റിഫിക്കലി പ്രൂവ് ചെയ്തിട്ടില്ല. കാരണം ബേബി ഇപ്പോൾ ഓൾറെഡി കിടക്കുന്നത്
ഒരു ഫ്ലൂയിഡിൻ്റെ അകത്താണല്ലോ കിടക്കുന്നത്. അതിന് വേണമെങ്കിൽ എങ്ങനെ വേണമെങ്കിലും ചുറ്റി തിരിഞ്ഞ് എങ്ങനെ വേണമെങ്കിലും ഈ പ്ലാസൻ്റെ കഴുത്തിൽ ചുറ്റാൻ വേണ്ടിയിട്ടുള്ള ചാൻസസ് ഉണ്ട്. കാരണം എന്തിനു വേണ്ടിയിട്ടാണ് ഈ എഴുന്നേറ്റ് ഇരുന്ന് ചെരിഞ്ഞ് കിടക്കണമെന്ന് പറയുന്നതെന്ന് വെച്ചാൽ പ്ലാസൻ്റെ കഴുത്തിൽ കൂടെ പൊക്കിൽ കൂടി അങ്ങനെയെന്ന് തോന്നുന്നു കേട്ടോ, ഇങ്ങനെ ചുറ്റുന്നത് കൊണ്ടാണ്, കഴുത്ത് ചുറ്റി പോകുന്നത് കൊണ്ടാണ് പിന്നെ ഇരുന്നിട്ട് പിന്നെ ചെരിഞ്ഞ് കിടക്കണം എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ എന്താ സയൻറ്റിഫിക്കലി ഒന്നും പ്രൂവ് ചെയ്തിട്ടില്ല. ഇത് അതായത് നമ്മുടെ പൊസിഷൻ അനുസരിച്ചിട്ടല്ല ബേബിയുടെ ഇത് ഉണ്ടാവുക എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പം ഞാൻ ചോദിച്ചു ഓക്കെ പിന്നെന്താ, പക്ഷേ കിടക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ മാക്സിമം ലെഫ്റ്റ് സൈഡ് തിരിഞ്ഞ് കിടക്കുക, തീരെ പറ്റുന്നില്ലെങ്കിൽ എന്താ നമുക്ക് റൈറ്റ് സൈഡിലേക്ക് ചെരിഞ്ഞ് കിടക്കാം. അങ്ങനെ പെട്ടെന്ന് റോൾ ചെയ്ത് പോകാനല്ല, കിടക്കുന്ന സമയത്ത് കാലിൻ്റെ ഇടയിൽ ഒരു എന്ത് ചെയ്യുക, ഒരു പില്ലോ വെച്ച് കിടക്കുക. അപ്പോൾ എന്ത് ചെയ്യുക, ബ്ലഡ് ഫ്ലോ കുറച്ചധികം ബേബിയിലേക്ക് എത്തും എന്നാണ് പറയുന്നത്. ഡോക്ടർ പറഞ്ഞത് ലെഫ്റ്റ് സൈഡ് കിടക്കുന്ന സമയത്താണ് കുറച്ചും കൂടെ ഓക്സിജൻ ആയാലും ബ്ലഡ് ഫ്ലോ ആയാലും ഉണ്ടാവുന്നത്. അപ്പോൾ ബെറ്റർ ടു സ്ലീപ്പ് ഇൻ ലെഫ്റ്റ് സൈഡ് എന്നാണ് പറഞ്ഞേക്കുന്നത്. പറ്റുന്നില്ലെങ്കിൽ എന്തായാലും ഒരു സൈഡ് തന്നെ വെച്ച് കിടക്കുന്ന സമയത്ത് നമുക്ക് എന്തായാലും ആ ഒരു സൈഡ് പെയിന് വരും. അപ്പോൾ ആ ഒരു സമയത്ത് റൈറ്റ് സൈഡിലേക്കും കിടക്കാം. റൈറ്റ് സൈഡ് കിടക്കുന്നതും എന്താ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ല, പക്ഷേ ബെറ്റർ ലെഫ്റ്റ് സൈഡാണെന്നാണ് പറഞ്ഞത്. റൈറ്റ് സൈഡിലും കിടക്കാം. റോൾ ചെയ്ത് കിടക്കുന്ന സമയത്ത് പതിയെ ചെരിഞ്ഞ് കിടക്കുക എന്നാണ് പറഞ്ഞേക്കുന്നത്. പിന്നെ ഇപ്പോൾ എന്തായാലും ബെല്ലി ഈ ഒരു സമയത്താകുമ്പോൾ ഇത് കുറച്ച് വലുതാവുമല്ലോ വയറ്. അപ്പോൾ ചെരിഞ്ഞ് കിടക്കുമ്പോഴും ആ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടാവും. നമ്മൾ കോൺഷ്യസ് ആവും. നമ്മൾ ചെരിഞ്ഞ് കിടക്കുമ്പോഴായാലും നമ്മൾ കോൺഷ്യസ് ആയിട്ട് തന്നെയാണ്, ഓട്ടോമാറ്റിക്കലി കോൺഷ്യസ് ആവും. ഓക്കെ, ചെരിഞ്ഞ് കിടക്കുമ്പോഴായാലും. അപ്പോൾ ആ ഒരു സമയത്ത് പോകുന്ന ഒരു ചെറിയൊരു ഉറക്കിൻ്റെ പ്രശ്നം, അതാണ് ഇപ്പോൾ എനിക്ക് കാര്യമായിട്ട് പറയാനായിട്ടുള്ളൊരു പ്രശ്നമായിട്ടുള്ളൂ. പിന്നെ ഓരോന്ന് വരുമ്പോഴും വരാതിരിക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കി അതേപോലെ ചെയ്യാം. ഇഷ്ടംപോലെ ആൾക്കാർ പലതും പറഞ്ഞു തരാനുണ്ടാവും. ഒന്നാമത് നമ്മൾ ന്യൂ മോം അല്ലെങ്കിൽ ന്യൂ ഫാദർ ആവാൻ പോകുന്ന ആൾക്കാരാണെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് ഒരുപാട് അഡ്വൈസസോ കാര്യങ്ങളൊക്കെ കിട്ടും. നല്ല ഇതാണെങ്കിൽ നമ്മൾ എന്തായാലും എടുക്കണം. കാരണം നമുക്ക് ഈ ഒരു ഇത് ഒന്നും അറിയില്ല ഇതിനെപ്പറ്റി. അപ്പോൾ നല്ലതാണെങ്കിൽ എന്ത് ചെയ്യണം, അവർ പറയുന്ന ആരാണോ എന്താണോ പറഞ്ഞു തരുന്നത് അത് കേൾക്കണം. ഇനിയിപ്പോൾ അല്ല നമുക്ക് എന്തെങ്കിലും ഒരു ഡൗട്ട് തോന്നി ആ ഒരു കാര്യത്തിലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, നേരെ ഡോക്ടറെ അടുത്ത് പറഞ്ഞ് ആ കാര്യം ക്ലിയർ ചെയ്യാം. അതാണ് ചെയ്യേണ്ടത് മെയിനായിട്ട്. ഡോക്ടർ നമ്മളാരാണോ ചികിത്സിക്കുന്നത് അല്ലെങ്കിൽ നമ്മളാരാണോ നോക്കുന്നത് അവരുടെ അടുത്ത് ഡയറക്റ്റ്ലി പറഞ്ഞ് ഇങ്ങനെയൊക്കെ ചെയ്യാവോ അല്ലെങ്കിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് അവരുടെ അടുത്ത് തന്നെ ചോദിച്ച് ക്ലാരിഫൈ ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന ഒരു സമാധാനം വേറെ ഒന്നും ഉണ്ടാവില്ല. കാരണം ഞാൻ അങ്ങനെയാണ് കേട്ടോ ചെയ്യാറ്. ഈ ഒരു ചെരിഞ്ഞ് കിടക്കുന്ന കാര്യം തന്നെ ഞാനൊന്ന് കൺഫേം ആക്കിയത് ഡോക്ടറെ അടുത്ത് ചോദിച്ചിട്ടാണ്. അപ്പോൾ ആ ഒരു സമയത്ത് അതൊന്ന് ക്ലിയർ ആക്കി കിട്ടിയപ്പോൾ അതൊരു സമാധാനമായിരുന്നു. പിന്നെ ഇപ്പോൾ ബേബി മൂവ്മെൻറ്റും കിക്കും കാര്യങ്ങളൊക്കെ ആ സംഭവങ്ങളൊക്കെ പറയുകയാണെങ്കിൽ ഇപ്പോൾ മൂവ്മെൻറ്റും കിക്കും കാര്യങ്ങളൊക്കെ ഞാൻ അറിയുന്നുണ്ട്. എനിക്ക് മെയിനായിട്ട് ഫസ്റ്റ് അറിഞ്ഞു തുടങ്ങിയത് എപ്പോഴാണെന്ന് വെച്ചാൽ 4th മന്തിൽ ആ ഒരു ടൈമിൽ, അതായത് 4th മന്ത് വീക്ക് ഡോക്ടേഴ്സൊക്കെ പറയും വീക്സിൻ്റെ കണക്കാണ്, എനിക്ക് ഞാൻ മന്തിൻ്റെ കണക്കാണ് കേട്ടോ പറയാറ്. ആ ഒരു ടൈമിൽ എന്തോ ഒരു ബട്ടർഫ്ലൈ പോകുന്ന പോലത്തെ ഒരു ഫീൽ അടിവയറ്റിൽ, അങ്ങനത്തെ ഒരു ഫീൽ ഉണ്ടാവില്ലേ നമുക്ക് ചിലപ്പോൾ, അതേപോലത്തെ ഒരു സംഭവം കിട്ടിയത് എനിക്കൊരു 4th മന്ത് ആ ഒരു സമയത്താണ്. പക്ഷേ ഇപ്പോഴാണ് ക്ലിയർ ആയിട്ട് മൂവ്മെൻ്റ് ആയാലും കിക്കായാലും മനസ്സിലായി തുടങ്ങിയത്. എത്രയൊക്കെ മൂവ്മെൻ്റ് ഉണ്ട് എന്നും നമുക്ക് അറിഞ്ഞാലും നമ്മളിപ്പോൾ ഡോക്ടറെ അടുത്ത് കൺസൾട്ട് ചെയ്യാൻ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ചെക്കപ്പിന് പോകുന്ന സമയത്ത് സ്കാനിന് പോകുന്ന സമയത്തൊക്കെ നമ്മൾ ഉള്ളിലേക്ക് കയറ്റി, ഡോക്ടർ ഉള്ളിലേക്ക് കയറ്റി, പിന്നെ അവിടുന്ന് ഡോക്ടർ ഒരു ചെറിയൊരു മെഷീൻ വെച്ചിട്ട് ബേബീൻ്റെ ഹാർട്ട് ബീറ്റ് ചെക്ക് ചെയ്യും എല്ലാ മാസവും. അപ്പോൾ അത് നമുക്കിങ്ങനെ കേൾക്കുന്ന സമയത്താണ് ഒരു സമാധാനമാവുക. ഓക്കെ എല്ലാം ഓക്കെ ആണെന്നുള്ളൊരു സമാധാനം ആ ഒരു ഹാർട്ട് ബീറ്റ് കേൾക്കുന്ന സമയത്താണ് എനിക്കുണ്ടാവാറ് പേഴ്സണലി. അതിപ്പോൾ എത്ര സ്കാൻ ചെയ്താലും എത്ര ചെക്കപ്പിന് പോയാലും ഇങ്ങനൊരു സംഭവം കേൾക്കുമ്പോഴാണ് ഒരു സമാധാനം ഉണ്ടാവാറുള്ളത്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, പിന്നെ നമ്മൾ ഈ ഒരു സമയത്ത് മാക്സിമം പോസിറ്റീവായിട്ട് ഹാപ്പി ആയിട്ടിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇപ്പോൾ വേറൊരാൾ നമ്മളെ ഹാപ്പി ആക്കി നിർത്താനില്ലെങ്കിലും എങ്ങനെയൊക്കെ നമുക്ക് ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റുമോ ആ ഒരു രീതിയിൽ പോസിറ്റീവായിട്ടിരിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. കാരണം നമ്മുടെ മൂഡ് അനുസരിച്ചിട്ട്, അതായത് നമ്മളെങ്ങനെയാണോ ബിഹേവ് ചെയ്യുന്നത് ആ ഒരു ഇതിനനുസരിച്ചിട്ടാണ് നമ്മുടെ ബേബിയിലേക്കും എത്തുന്നത് എന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. സോ നമ്മൾ മാക്സിമം ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷിക്കുക, എന്താ പറയുക, കുറേ നല്ല നല്ല ആക്ടിവിറ്റീസിൽ ചെയ്യുക. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് നല്ല രീതിക്ക് നമ്മുടെ ബേബീനെയും എഫക്റ്റ് ചെയ്യും, നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യും. ഇപ്പം നമ്മൾ ബാഡായിട്ടാണ് അല്ലെങ്കിൽ ഒരു സങ്കടത്തിലാണ് ഇരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മളെപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഇങ്ങനെയൊക്കെ ആണെങ്കിൽ അതും എഫക്റ്റ് ചെയ്യും ബേബീനെ. അപ്പോൾ നമ്മൾ
മാക്സിമം പോസിറ്റീവായിട്ടിരിക്കുക. അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം വെച്ചാൽ നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാർ, നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർ, നമ്മുടെ ഫാമിലി മെമ്പേഴ്സ്, ഇവരൊക്കെ സപ്പോർട്ടീവ് ആണെങ്കിൽ തന്നെ നമ്മൾ ഓൾമോസ്റ്റ് ഫുൾ ഹാപ്പി ആവാനുള്ള ചാൻസ് ഉണ്ട്. കാരണം എൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ എൻ്റെ പാർട്ട്ണർ ഇതുവരെ ഞാൻ 7-ാം മാസം വരെ ഞാൻ ചെന്നൈയിലായിരുന്നു ഉണ്ടായിരുന്നത്, ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. അപ്പോൾ എൻ്റെ കേസിൽ മെയിൻ റോൾ എന്ന് പറയുന്നത് അവർക്കാണ്. അവർ എന്നെ എത്രത്തോളം ഹാപ്പി ആക്കി നിൽക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ എനിക്കെങ്ങനെ എൻ്റെ എല്ലാ കാര്യങ്ങളും മര്യാദയ്ക്ക് നോക്കി കൊണ്ടുപോയത് പുള്ളിക്കാരനാണ്. സോ ഇപ്പോൾ ഫാമിലി മെമ്പേഴ്സ് ആയാലും, 2 ഫാമിലി ആയാലും, ഹസ്ബൻഡ് ഫാമിലി ആയാലും എൻ്റെ ഫാമിലി ആയാലും ഭയങ്കര സപ്പോർട്ടീവാണ് എല്ലാ കാര്യത്തിലും. സോ ഇപ്പോൾ ഹാപ്പി ആയിട്ടിരിക്കുന്നു, മെൻ്റലി സ്റ്റേബിൾ, ഇമോഷണലി സ്റ്റേബിൾ ആയിട്ടിരിക്കുന്നു. പിന്നെ ഒരു അഡ്വൈസ് എന്നല്ല, പുതിയ അല്ലെങ്കിൽ ന്യൂ മോം അല്ലെങ്കിൽ ന്യൂ ഫാദേഴ്സ് ഉണ്ടാകുന്ന സമയത്ത് ഇഷ്ടംപോലെ അഡ്വൈസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കേൾക്കാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പം മെയിനായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ ഡയറക്റ്റ്ലി ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്ത് അവരുടെ അടുത്ത് ചോദിക്കാം. അവരെന്താണോ പറയുന്നത് അത് ആക്സെപ്റ്റ് ചെയ്യാം. അല്ലാതെ എല്ലാം ഇങ്ങനെ കൂടുതലായിട്ട് നമ്മൾ കേൾക്കുന്ന സമയത്ത് നമുക്ക് കൺഫ്യൂഷൻ ആയിരിക്കും, എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്നുള്ളൊരു കൺഫ്യൂഷൻ വരും. അവർ അഡ്വൈസ് ചെയ്യുന്നത് മോശമാണെന്നല്ല, നല്ലതാണെങ്കിൽ നമ്മൾ എടുക്കുക തന്നെ വേണം. പിന്നെ നമുക്ക് എന്തെങ്കിലും എന്താ പറയുക, ഒരു പ്രാവശ്യം ഒരാൾ വേറൊന്ന് പറയും അല്ലെങ്കിൽ വേറൊരാൾ വേറൊന്ന് പറയും, അങ്ങനത്തെ സമയത്ത് കൺഫ്യൂഷൻ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ഡെഫിനറ്റ്ലി ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുക, ചോദിക്കുക. ആ ഒരു സമയത്ത് നമുക്ക് നല്ലൊരു സമാധാനം കിട്ടും. ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തിട്ട് അവരെന്താണോ പറയുന്നത്, അവരുടെ ഒപ്പീനിയൻ എങ്ങനെയാണോ അതേപോലെ മുന്നോട്ട് പോകാമെന്നാണ്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. ഞാൻ ഇതുവരെ ഷെയർ ചെയ്തത് എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് എനിക്കെങ്ങനെയാണ് എക്സ്പീരിയൻസ് ചെയ്തത് എന്നുള്ള കാര്യങ്ങളാണ് ഞാൻ ഷെയർ ചെയ്തത്. അല്ലാതെ പൊതുവായിട്ട് എല്ലാവർക്കും ഇങ്ങനെ ആയിരിക്കും എന്നൊന്നുമല്ല. എൻ്റെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ യൂട്യൂബ് ചാനൽ. പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എന്തായാലും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ എന്തായാലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നെക്സ്റ്റ് വീഡിയോസ് വരുന്നുണ്ട്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ.